തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങാത്തതിന് യുവതിക്ക് മർദ്ദനം. ശാസ്താംനട വാർഡിലെ LDF സ്ഥാനാർത്ഥി ബാലുവിന്റെ സഹോദരിയാണ് ബന്ധുവായ യുവതിയെ മർദ്ദിച്ചത്. സുനിയെ മർദ്ദിച്ച ബിന്ദുവിനെതിരെ പോലീസ് കേസെടുത്തു. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ശാസ്താംനടയല്ല, ശാസ്താംനടയാണ്. ശാസ്താംനട വാർഡിലെ സ്ഥാനാർത്ഥി ആണ് ഇപ്പോൾ ഈ തരത്തിൽ അവിടെ വാർഡിലെ സ്ഥാനാർത്ഥി ബാലുവിന്റെ സഹോദരിയാണ് ബന്ധുവായ യുവതിയെ മർദ്ദിച്ചിരിക്കുന്നത്. അഞ്ജു ജയപ്രകാശ് ചേരുന്നു വിവരങ്ങളുമായി. അഞ്ജു, പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? വിവരങ്ങൾ എന്താണ്? ലക്ഷ്മി, കേൾക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മൾ വിചാരിക്കും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളുടെ പേരിൽ സഹോദരന്മാരൊക്കെ അടിപിട കൂടാറുണ്ട്. പക്ഷെ അതുപോലെയല്ല, ഇത് ക്രൂരമായിട്ടുള്ള മർദ്ദനമാണ്. ഈ സഹോദരന് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കാൻ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് പ്രചരണത്തിന് ഇറങ്ങുകയോ അത്തരത്തിൽ ഒരു കാര്യങ്ങൾക്കും അനുകൂലമായി നിൽക്കാത്തതിൻ്റെ പേരിലാണ് ഈ മർദ്ദനം ഉണ്ടായിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആ സ്ത്രീയെ തടഞ്ഞു വെച്ചുകൊണ്ടാണ് മർദ്ദിക്കുന്നത്. ഈ സ്ഥാനാർത്ഥിയുടെ സഹോദരിയാണ് മർദ്ദിച്ചത്. അടി കിട്ടിയിരിക്കുന്നത് ബന്ധുവായിട്ടുള്ള സുനിക്കാണ്. മർദ്ദിച്ചിരിക്കുന്നത് ഈ സ്ഥാനാർത്ഥിയുടെ സഹോദരിയാണ്. അവരുടെ പേര് ബിന്ദു എന്നാണ്. ഈ ബിന്ദുവും സന്തോഷം കൂടിയാണ് ഈ സ്ത്രീയെ തടഞ്ഞു നിർത്തി ഇക്കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ കാണാം. അതിനുശേഷം മുഖത്തും തലയ്ക്കുമൊക്കെ ഇടിക്കുന്നത് കാണുന്നുണ്ട്. പിന്നാലെ തന്നെ നിലത്ത് അതിനുശേഷം കുറച്ച് മാറിപ്പോകുന്നു. പിന്നീട് വീണ്ടും വന്നിടിക്കുന്നു. മാരകമായിട്ട് മർദ്ദിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിലത്ത് വീണ ഈ സ്ത്രീയെ ചവിട്ടുന്നതും മാല പറിച്ചെടുക്കുന്നതുമൊക്കെ ദൃശ്യങ്ങളിലുണ്ട്. അതിനാൽ പോലീസിൽ നിലവിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അയിരൂർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ലക്ഷ്മി. അഞ്ജു ജയപ്രകാശാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.